ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതി ജയചന്ദ്രനെ എംഎൽഎ ഹോസ്റ്റലിൽ താമസിപ്പിച്ച സംഭവത്തിൽ കെപിസിസി ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദിനെതിരെ പോലീസ് അന്വേഷണം. ജയചന്ദ്രനുമായി ശരത്ചന്ദ്ര പ്രസാദിന് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. അതേസമയം എംഎൽഎ ഹോസ്റ്റലിൽ നേരിട്ടെത്തി മുറിയെടുത്തു തന്നത് ശരത്ചന്ദ്ര പ്രസാദാണെന്ന് സുനിൽ കൊട്ടാരക്കര പീപ്പിളിനോട് വെളിപ്പെടുത്തി. ശരത്ചന്ദ്ര പ്രസാദ് നേരിട്ടെത്തിയാണ് മുറി എടുത്തു നൽകിയതെന്ന് സുനിൽ കൊട്ടാരക്കരയുടെ പിതാവും വ്യക്തമാക്കി. എന്നാൽ തന്റെ ഇഫ്താർ വിരുന്നിലേക്ക് ജയചന്ദ്രനെ പോലെയുള്ളവരെ ക്ഷണിച്ചിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ഉത്തരമേഖല ADGP പത്മകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ശരത്ചന്ദ്ര പ്രസാദിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. കേസിലെ 5ാം പ്രതിയായ ജയചന്ദ്രന് ഒളിവിൽ കഴിയാൻ MLA ഹോസ്റ്റലിൽ മുറി നൽകിയത് ശരത്ചന്ദ്ര പ്രസാദാണ്. കോൺഗ്രസ് പ്രവർത്തകനായ സുനിൽ കൊട്ടാരക്കരയ്ക്കാണ് മുറി നൽകിയതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ വാദം. എന്നാൽ അന്വേഷണ സംഘം ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ജയചന്ദ്രനും ശരത്ചന്ദ്ര പ്രസാദും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് പീപ്പിൾ TV തെളിവ് സഹിതം വാർത്ത നൽകിയിരുന്നു. ഇത് കണക്കിലെടുത്താണ് അന്വേഷണം. അതേസമയം ശരത്ചന്ദ്ര പ്രസാദ് നേരിട്ടെത്തിയാണ് മുറിയെടുത്തതെന്ന് സുനിൽ കൊട്ടാരക്കരയുടെ പിതാവ് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, MLA ഹോസ്റ്റലിൻ്റെ ഒരു മുൻ MLA അദ്ദേഹം ആയതുകൊണ്ട് അവർ പ്രസിഡന്റ് MLAക്കോ അവിടെ മുറി കൊടുക്കൂ. അതെങ്ങനെ എവനെടുത്ത് കൊടുക്കുന്നേ? പ്രതി ജയചന്ദ്രനെ നേരത്തെ പരിചയമുണ്ട്. തനിക്ക് MLA ഹോസ്റ്റലിൽ മുറിയെടുത്തു നൽകിയത് ശരത്ചന്ദ്ര പ്രസാദ് തന്നെയാണെന്നും സുനിൽ കൊട്ടാരക്കരയും വ്യക്തമാക്കി. എനിക്ക് ശരത്ചന്ദ്ര പ്രസാദ് സാറ് എനിക്ക് പലതവണ എനിക്കൊരു 7 തവണ എനിക്ക് റൂം എടുത്ത് തന്നിട്ടുണ്ട്. എന്നാൽ തന്റെ ഇഫ്താർ വിരുന്നിലേക്ക് ജയചന്ദ്രനെ പോലെയുള്ളവരെ ക്ഷണിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, അത്രക്കാരൊന്നും ഞാൻ ക്ഷണിച്ചിരുന്നില്ല. ക്ഷണിച്ചതിൻ്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. വിളിച്ച ആരൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്നും അവിടേക്ക് വിളിച്ചിരുന്നില്ല. അവരൊന്നും ക്ഷണിതാക്കളായിരുന്നില്ല. അങ്ങനെ പങ്കെടുത്തായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ആരും ക്ഷണിച്ചിരുന്നില്ല. അവിടെ ഗവർണർ മുതൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെ കത്ത് കൊടുത്ത് ക്ഷണിച്ച് നടത്തിയ പാർട്ടിയാണ്. പത്രപ്രവർത്തകരെയും ഞാൻ വിളിച്ചിരുന്നു അവിടെ. അല്ലാണ്ടുള്ള ആളുകൾക്കാർക്കും കത്തങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങും. ഇതിനിടെ കേസന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സമ്മർദ്ദവും ശക്തമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ പോലീസിനെതിരെയും പലവിധ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഉന്നതരുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലും പുറത്തും വരാതിരിക്കാനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നതായുള്ള വിവരങ്ങളാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ റുക്സാനയ്ക്കെതിരെ നടത്തിയ പഴയ തട്ടിപ്പുകളുടെ പുതിയ വിവരങ്ങളും പുറത്തു വന്നു. 2010-ൽ പ്ലൈവുഡ് വ്യാപാരിയെ റുക്സാന സമാനമായ രീതിയിൽ കെണിയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 ലക്ഷം രൂപ നൽകി നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സ്വദേശിയായ രവീന്ദ്രൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിലും ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതികളുടെ പങ്കുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് രവീന്ദ്രൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. രവീന്ദ്രൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് കേസിലെ പ്രധാന പരാതിക്കാരൻ. രവീന്ദ്രന്റെ മരണത്തിൽ ജയചന്ദ്രന്റെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം മറ്റൊരു പ്രധാന വാർത്തയും ഇന്ന് സമാനമായ രീതിയിലൊക്കെ കൊച്ചിയിൽ നിന്ന് വരികയുണ്ടായി. കൊച്ചിയിൽ ആഡംബര നൗകയിൽ നിശാ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ കൊച്ചിയിലെ പ്രമുഖ സിനിമാ നിർമ്മാതാവിനെതിരെ അന്വേഷണം ഉണ്ടാകും എന്നതാണ് വരുന്ന വിവരങ്ങൾ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും ചെയ്തു. നൗകയിലെ നിശാ പാർട്ടി ദൃശ്യങ്ങൾ പീപ്പിളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇന്ന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീ മാത്യു കുഴൽനാടൻ നേരിട്ട് പങ്കെടുക്കുന്നു. സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് TB മിനി കൊച്ചിയിൽ നിന്ന് ചേരും. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫിനെ നേരിട്ട് ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. മറ്റ് നേതാക്കളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസ് സാമൂഹികവും രാഷ്ട്രീയവുമായ പലവിധ തലങ്ങൾ ഉള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് MLA ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകൾ തന്നെയാണ്. അത്തരമൊരു ഗൗരവമായ സാഹചര്യം ആ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ളതാണ്. ഇന്നിപ്പോൾ കൊട്ടാരക്കര സുനിൽ എന്ന് അവിടെ ശരത്ചന്ദ്ര പ്രസാദ് തന്നെ പറഞ്ഞ ശരത്ത് മുറിയെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് കൊട്ടാരക്കര സുനിലിന് വേണ്ടിയാണ്. സുനിലിൻ്റെ നിലപാടുകൾ ഇന്ന് മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. പോലീസ് അന്വേഷണം ഒരു KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശരത്ചന്ദ്ര പ്രസാദിനെതിരെ വരുന്നു. രാഷ്ട്രീയമായ മാനങ്ങളുള്ള തരത്തിൽ ഈ പ്രശ്നം വളർന്നു വരികയാണ്. മാത്യു കുഴൽനാടൻ. അല്ല, ശരത്ത് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫാക്ട്സ് ഒന്നും ആരും നിഷേധിച്ച ഫാക്റ്റുകളല്ല. ശരത്ചന്ദ്ര പ്രസാദ് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം മുറിയെടുത്ത് കൊടുത്തത് സുനിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്.
അവിടെ മറ്റാരെങ്കിലും താമസിച്ചായി പുള്ളിക്ക് നേരിട്ട് അറിവുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ അറിവോടോ സംഭവത്തോടോ കൂടിയല്ല ജയചന്ദ്രൻ താമസിച്ചതെന്നാണ് അദ്ദേഹം ആദ്യം മുതൽ പറഞ്ഞു വന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നും വന്നില്ല, സുനിൽ കൊട്ടാരക്കരയ്ക്ക് എടുത്തു കൊടുത്തില്ല എന്ന് ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞിട്ടില്ല. പിന്നെ അന്വേഷണം നടക്കട്ടെ, നല്ലതാണല്ലോ. അത് ആരാണെങ്കിലും, ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാവാണെങ്കിലും ആര് തന്നെയാണെങ്കിലും, ഇനിയിപ്പോൾ ഇതിൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് കം ഔട്ട്. അത് വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പാർട്ടിക്ക് അതിൻ്റെ ആശങ്കയില്ല, നേതാക്കന്മാർക്ക് ആശങ്കയില്ല. ഇനി ഉപ്പ് തിന്ന ആരാണെങ്കിലും വെള്ളം കുടിക്കും എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അകത്ത് പിന്നെ മറ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതും പുറത്തു വരുമല്ലോ. സോ ഹി വിൽ ഓൾസോ ബി ഹാപ്പി. ശരത്ചന്ദ്ര പ്രസാദും അതിൻ്റെ അകത്ത് സന്തുഷ്ട അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ടി ബി മിനി, ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് കൂടി എം എൽ എ ഹോസ്റ്റലിലാണ് ഇതിലെ പ്രധാന പ്രതി ഒളിവിൽ താമസിച്ചിരുന്നത് ദിവസങ്ങളോളം. പരമാവധി 5 ദിവസമാണ് ഒരു മുൻ എം എൽ എ എന്ന നിലയിൽ മുറി ബുക്ക് ചെയ്ത് എടുക്കാവുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. ഈ പ്രതി തൻ്റെ ഒളിയിടമായി എം എൽ എ ഹോസ്റ്റലിനെ മാറ്റുന്നു. അങ്ങനെ മുറി എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ നേരിട്ട് അയാൾക്കല്ല കൊടുത്തത് എന്ന് പറഞ്ഞാൽ പോലും പ്രതിയെ ഒളിപ്പിക്കുന്ന നിലയിലേക്കുള്ളൊരു കുറ്റം കൂടി ഇവിടെ തെളിയുന്നുണ്ട്. ഇവിടെ കൊട്ടാരക്കര സുനിൽ എന്ന് പറയുന്ന ആൾ പറയുന്നു, എനിക്കാണ് ഈ മുറി എടുത്തു തന്നത്, ശരിയാണ്. അവിടെ ഞാൻ താമസിച്ചപ്പോഴൊന്നും ജയചന്ദ്രനില്ലായിരുന്നു എന്ന് പറയുന്നു. അതേസമയം സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങളുടെ വിശദീകരണത്തിൽ വ്യക്തമായി ജയചന്ദ്രൻ അവിടെ തങ്ങിയിരുന്നത് പോലെയുള്ള വിവരങ്ങളുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് പോലീസിനത് പലതും പുറത്ത് പറയേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട്. പ്രതിയെ ഒളിപ്പിക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതായി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കേരളം വിവിധ തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കേളി നിലമായി മാറുകയും ഇതിനെല്ലാം ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് തഴച്ചു വളരുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വിവിധ മന്ത്രിമാരുടെ ഓഫീസ് അടക്കം ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത്തരം മാഫിയ സംഘങ്ങളെ വളരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനോ അവരിൽ നിന്ന് പണം മാത്രം ലക്ഷ്യമാക്കി ഇത്തരം കമ്മീഷൻ താല്പര്യത്തിൻ്റെയും പണത്തിൻ്റെയും താല്പര്യത്തിന് വേണ്ടി ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ ഭരണപക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ജയചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് MLA ഹോസ്റ്റൽ അടക്കം ഉപയോഗിക്കാനായിട്ടുള്ള എങ്ങനെയും കയറി വരാവുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു താവളമായിട്ട് മാറുന്നത്. ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള താവളം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ശരത്ചന്ദ്ര പ്രസാദ് ഇതിൽ എത്ര കൈയൊഴിഞ്ഞാലും പോലീസിന് അദ്ദേഹത്തിന് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് അഡ്വക്കേറ്റ് ടി ബി മിനി, താങ്കൾ പറഞ്ഞു വരുന്നത് ശരത്ചന്ദ്ര പ്രസാദിനെ പ്രതി ചേർത്തുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണോ? തീർച്ചയായിട്ടും. അതല്ലാതെ വേറെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാം, പക്ഷെ രക്ഷപ്പെടില്ല. എങ്ങനെ പോയാലും ഒരു സർക്കാർ അല്ലല്ലോ ഇവിടെ ഭരിക്കുക. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായൊരു അന്വേഷണം നടക്കണമെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദിനെയും കൂടി കക്ഷി ചേർക്കാതെ, പ്രതി ചേർക്കാതെ ഈ അന്വേഷണം ശരിയായ രീതിയിൽ സുതാര്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത്, 2006 നമ്മുടെ ADGP ആയിരുന്ന ജേക്കബ് പുന്നത്ത് സാറ് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളം 50,000 കോടി രൂപയുടെ മാഫിയ സംഘങ്ങളുടെ ഒരു കേളി നിലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് 2006 പറഞ്ഞൊരു വസ്തുത ഇന്ന് നമ്മൾ എല്ലാ മേഖലയിലും, ഇപ്പോൾ ലാൻഡ് മാഫിയയുടെ കാര്യത്തിലാണെങ്കിലും പെൺവാണിഭ മാഫിയയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ മാഫിയ സംഘങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ട് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ഭരണാധികാരികളെ സംബന്ധിച്ച് ഇത്തരം ആളുകളെ കൂച്ചുവലങ്ങ ോ അവരെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഇപ്പം ഇന്നലെ കൊച്ചിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തിരി ഹോൾഡൊക്കെ ഉള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഇത്തരം കേസുകളെല്ലാം മറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കേസന്വേഷണത്തിന് വഴിതിരിച്ചുവിടുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടി ബി മിനി, താങ്കളിലേക്ക് വരാം. മാത്യു കുഴൽനാടൻ, ഇത് തന്നെയാണ് ഇതിലെ പ്രശ്നം. ഇപ്പോൾ തന്നെ അത്തരം വാർത്തകൾ പ്രബലമായിട്ടുണ്ട്.
ഈ കേസിൽ ഈ കെണിയിൽ പെട്ടുപോയ ഉന്നതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ, ഏതാണ്ട് സോളാർ കേസിൻ്റെ കാലത്തൊക്കെ അരങ്ങേറിയതുപോലെയുള്ള അണിയറ നീക്കങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ, കോടതിയിൽ തെളിവായി ഇത് വരാതിരിക്കാനുള്ള സംഘടിത നീക്കം നടക്കുന്നു. മറുഭാഗത്ത് KPCC ജനറൽ സെക്രട്ടറിയായ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശരത്ചന്ദ്ര പ്രസാദിനെതിരെ ഇപ്പോൾ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞ പോലെ അദ്ദേഹത്തെ പ്രതി ചേർക്കാതെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ താങ്കളെപ്പോലെയുള്ളവർ സുഖകരമായ പരാമർശങ്ങൾ നടത്തുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷണത്തെ ആര് ഭയക്കുന്നു? കേൾക്കുമ്പോൾ സുഖകരമാണ്. പക്ഷേ അന്വേഷണം പോലും ഈ ഘട്ടത്തിൽ ചില പ്രഖ്യാപനങ്ങൾ ആ വിധത്തിൽ നടത്തുന്നത് പോലും ആരോപണ വിധേയരായി നിൽക്കുന്നവരെ സംരക്ഷിക്കലല്ലേ? എന്തുതരം സുതാര്യതയും സത്യസന്ധതയും ഈ കേസ് അന്വേഷണത്തിൽ സർക്കാരിന് ഉറപ്പാക്കാനാകും, ജനങ്ങളോട് വിശദീകരിക്കാനാകും? ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശരത്തെ, ഒന്ന് എനിക്ക് അഡ്വക്കേറ്റ് മിനി പറഞ്ഞ എന്താണെന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ പരാമർശത്തിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ സർക്കാർ തീരുമാനിച്ചത് ശരത്ചന്ദ്ര പ്രസാദിനെതിരെ അന്വേഷണം, മാത്യു ഒറ്റ സെന്റൻസിൽ പറയാം, ശരത്ചന്ദ്ര പ്രസാദിനെതിരെ അന്വേഷണം എന്ന ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞത് പ്രതികളെ ഒഴിപ്പിക്കുന്നതിന് രേഖാമൂലം തന്നെ മുറിയെടുത്തു കൊടുത്ത ഒരു പരാമർശവും സാഹചര്യവും തെളിവായി വന്ന സാഹചര്യത്തിൽ, പ്രകടമായ സാഹചര്യത്തിൽ ശരത്ചന്ദ്ര പ്രസാദിനെ പ്രതി ചേർക്കാതെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകാനാവില്ല. വളരെ എവിഡൻ്റായ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സർക്കാർ വീണ്ടും ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഒരുതരം സഹായിക്കലല്ലേ? അല്ല, അതിൻ്റെ അകത്ത് ഞാനും ഒരു അഭിഭാഷകനാണ്. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ആരെയും ഈ ഒരു വിഷയത്തിൽ ആരെയും ഡിഫെൻഡ് ചെയ്യുക, ആരെയും ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു എൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. ഐ എം നോട്ട് ഫോർ ദാറ്റ്. ഞാനത് ശരത്തിനോട് ആദ്യമേ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രതിക്ക് അഭയം നൽകി എന്നുള്ള സെക്ഷൻ അട്രാക്ട് ചെയ്യണമെങ്കിൽ പ്രതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് അല്ലെങ്കിൽ കിട്ടുന്നതിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി അഭയം നൽകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അതുണ്ടാകുന്നത്. അതിന് തക്ക എവിഡൻസ് ഓൺ റെക്കോർഡ് വന്നു കഴിഞ്ഞാലാണ് പോലീസിന് ഒരാളെ പ്രതി ഇത് സെക്ഷനിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അന്വേഷണം മുമ്പോട്ട് പോകാനോ. പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ താമസിക്കാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ്, ആരാണ് സൗകര്യപ്പെടുത്തിയത് എന്നെല്ലാം അന്വേഷിക്കും. അതിൻ്റെ അതൊന്നും പുതിയതായി പറയേണ്ട കാര്യം. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പം ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇത് ഈ ജയചന്ദ്രനെയും റുക്സാനെയും അടക്കം പിടിച്ചത് ഇവിടുത്തെ ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെയല്ലേ? അത് മറ്റാരെങ്കിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു? മാധ്യമങ്ങൾ കൊണ്ടുവന്ന വിഷയമാണ്. പോലീസ് വിജിലൻ്റ് ആയിട്ട് ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയാത്ത എന്താ? ഇനി അതിൻ്റെ അഡീഷണൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പോലീസ് കണ്ടെത്തും. നിശ പാർട്ടിയിലെ റെയ്ഡ് ആരെങ്കിലും പറഞ്ഞിട്ട് പോയി റെയ്ഡ് ചെയ്താണോ? ഇറ്റ്സ് എ പോലീസ് ഇനീഷ്യേറ്റീവ്. മാധ്യമങ്ങൾ കണ്ടെത്തി. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൈരളി കണ്ടെത്തിയ ഒരു വാർത്തയാണ്. കൈരളി കൊണ്ടുവന്നു, പോലീസ് ആക്ട് ചെയ്തിട്ടില്ല. ദർ ഇസ് ഒരു ക്രിറ്റിസിസത്തിന് നമുക്കൊരു മോറലുണ്ട്, ജസ്റ്റിഫിക്കേഷന് റൈറ്റ് ഉണ്ട്. പക്ഷേ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നിശ പാർട്ടിയിലെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ കേരള ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ കേരള പോലീസ് തന്നെ പോയി കണ്ടെത്തി റെയ്ഡ് നടത്തിയതാണ്, അവരെ പിടിച്ചതാണ്. ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ പോലീസ് തന്നെ അങ്ങോട്ട് പോയി വളരെ വിജിലൻ്റായി. ഇതൊക്കെ ഞാൻ പോലീസ് അന്വേഷിക്കുമ്പോൾ MLA ക്വാർട്ടേഴ്സിലാണെന്നും ഇന്നയാളുടെ മുറിയിലാണെന്നും ഇന്നയാളുടെ മുറിയാണെന്നും അറിയാതെയാണോ അറസ്റ്റ് ചെയ്യുന്നത്? ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ്. ശരിയാണ്, മാത്യു കുഴൽനാടൻ പറഞ്ഞതും ശരിയാണ്. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ KK ശൈലജ കൂടി ചേരുന്നു, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ പോലീസിൻ്റെ സ്വന്തം ഇനിഷ്യേറ്റീവാണ്. പോലീസ് പ്രതിയെ തിരക്കി MLA ഹോസ്റ്റലിൽ പോലും വന്നെത്തി പിടിച്ചില്ലേ? ആ ഇനിഷ്യേറ്റീവിനെ കണ്ടാൽ പോലീസ് സ്വതന്ത്രവും സത്യസന്ധവുമായി മുന്നോട്ട് പോകും. ഈ ഘട്ടത്തിൽ ശരത്ചന്ദ്ര പ്രസാദിനെ പ്രതി ചേർക്കാവുന്ന നിലയിൽ, പ്രതിയെ ബോധപൂർവം സഹായിക്കുന്ന നിലയിൽ, അയാളെ ഒളിപ്പിക്കുന്ന വിധത്തിൽ ശരത്ചന്ദ്ര പ്രസാദ് പങ്കാളിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി, മുന്നോട്ട് വെക്കുന്ന സാഹചര്യം. ഒരു തരത്തിൽ ശരിയല്ലേ, MLA ഹോസ്റ്റലിൽ കയറിയും ഷാഡോ പോലീസിൻ്റെ സഹായത്തോടെ പ്രതികളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പോലീസ് പിടിച്ചില്ലേ? അങ്ങനെ നോക്കിയാൽ പോലീസിൻ്റെ ഇപ്പോൾ നിശാ പാർട്ടികളിലുള്ള പോലീസിൻ്റെ റെയ്ഡ്, ഇതിൻ്റെ ചൂട് പിടിച്ചൊക്കെ വാർത്തകളിൽ വലിയ പ്രാധാന്യം വരുമ്പോൾ പോലും പോലീസും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ശൈലജ ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഈ ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല. ഒന്നും നടത്താതിരുന്നാൽ പിന്നെ അതൊരു ആഭ്യന്തര വകുപ്പാകുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറ്റവാളികൾ ആരാണെന്ന് ബോധ്യപ്പെട്ടാൽ നിഷ്പക്ഷമായിട്ട് നടപടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ MLA ക്വാർട്ടേഴ്സിൽ അനധികൃതമായ ആളുകൾ താമസിക്കുന്നു എന്നതറിഞ്ഞപ്പോ അത് പോലീസ് സ്വമേധയാ എന്നുള്ളതല്ല, മറ്റുള്ളവരെ വെളിയിൽ നിന്ന് അറിഞ്ഞ് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവിടെ വന്നിട്ട് അന്വേഷണം നടത്തുന്നത്. ഇരിക്കട്ടെ, ഏതായാലും അത് അന്വേഷണം നടത്താതിരുന്നില്ല, നടന്നു എന്നുള്ളത് വരെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ അങ്ങനെ അന്വേഷണം നടത്തിയപ്പോ
എന്താ കണ്ടത്? ശരത്ചന്ദ്ര പ്രസാദ് നേരിട്ട് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഒരു സുനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് താമസിക്കാൻ. അപ്പൊ അങ്ങനെ ശരത്ചന്ദ്ര പ്രസാദ് തന്നെയാണ് വിളിച്ച് പറഞ്ഞത് എന്ന് സുനിലിന്റെ അച്ഛൻ പറയുന്നത് മാധ്യമങ്ങളിലെല്ലാം കാണിക്കുകയും ചെയ്തു. ആ സുനിലിന്റെ റൂമിൽ ഈ പറയുന്ന പ്രതി കൂടി താമസിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ശരത്ചന്ദ്ര പ്രസാദ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് എല്ലാവരും പക്ഷേ ശൈലജ സംശയിക്കുന്നത്. ടീച്ചർ, അതിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സുനിൽ പറഞ്ഞ് ഞങ്ങളോടാണ് ആദ്യം ഇന്ന് അയാൾ സംസാരിച്ചത്. എനിക്ക് വന്ന് ശരത്ചന്ദ്ര പ്രസാദ് മുറിയെടുത്തു തന്നു, ശരിയാണ്, ഞാൻ അവിടെ താമസിക്കുമ്പോൾ ജയചന്ദ്രൻ എന്ന ഈ പ്രതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശരത്ചന്ദ്ര പ്രസാദ് ഇക്കാര്യത്തിൽ പറയുന്നതിനെ ശരിവെക്കുകയാണ്. അതേസമയം സ്പീക്കറുടെ ഓഫീസ് തന്നെ പറഞ്ഞത് ഇത്തരമൊരു വിവരം പോലീസ് കൈമാറിയിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കയറി പരിശോധന നടത്താനുള്ള അനുമതി നൽകിയിരുന്നു, അങ്ങനെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് പിടിച്ചതെന്ന് സ്പീക്കറുടെ ഓഫീസ് മറുഭാഗത്ത് പറയുന്നു. പോലീസിന്റെ ആദ്യ പ്രതികരണമാകട്ടെ പാറശാലയിൽ നിന്നാണ് ഇയാളെ പിടിച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ കൊട്ടാരക്കര സുനിൽ എന്നയാൾ അവിടെ താമസിച്ചിരുന്നു എന്ന് ശരത്ചന്ദ്ര പ്രസാദ് തന്നെ സമ്മതിക്കുന്നയാൾ പറയുന്നത് ഞാൻ താമസിച്ചിട്ടുണ്ട്, എനിക്ക് മുറിയെടുത്തു തന്നിരുന്നു, പക്ഷേ ജയചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഇത് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്ന ഒരു വ്യാഖ്യാനം മാത്രമേ ആകുന്നുള്ളൂ. അത് തന്നെയാണ് സുനിലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് അവിടെ താമസിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വെളിയിൽ കൊണ്ടുവരണ്ടേ? ശരത്ചന്ദ്ര പ്രസാദിന് വേണ്ടിയാണ് മുറിയെടുത്തത്, റൂം എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. ആ റൂമിൽ സുനിൽ പറഞ്ഞിട്ടല്ല താമസിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞിട്ട് താമസിച്ചു എന്നുള്ളതല്ലേ? ഇത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ശത്രുതയും ശരത്ചന്ദ്ര പ്രസാദിനോടോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളോടോ ഇല്ല. അല്ലാത്തപക്ഷം തെളിവ് നശിപ്പിക്കപ്പെടും എന്നൊരു സംശയം, ആക്ഷേപം, വിമർശനം നിങ്ങൾക്കുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ വശത്തേക്ക് അന്വേഷണമേ പോകുന്നില്ല എന്ന് കാണുമ്പോൾ അതിനെന്താ നമ്മൾ അർത്ഥമാക്കേണ്ടത്? തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ? ഇത് ചെറിയ തെറ്റല്ല, വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. MLA ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള സ്ഥലമാണ്. അവിടെ സാധാരണ പോലീസിന് പോലും കയറാൻ പറ്റാത്ത വളരെയധികം പ്രിവിലേജ് ഉള്ള സ്ഥലമാണ് MLA ക്വാർട്ടേഴ്സ്. അവിടെ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ റൂം വിളിച്ചു പറയുക, ബുക്ക് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവിടെ ക്രിമിനൽ താമസിക്കുക, ദിവസങ്ങളോളം താമസിക്കുക. അപ്പൊ അത് അന്വേഷിക്കുമ്പോൾ ആരാണോ ആ റൂം വിളിച്ചു പറഞ്ഞത് അവിടെ, ഏതായാലും ഈ പറയുന്ന പ്രതിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ എനിക്കൊരു റൂം വേണമെന്ന് MLA ക്വാർട്ടേഴ്സിൽ. അവിടെ വിളിച്ചു പറഞ്ഞത് ശരത്ചന്ദ്ര പ്രസാദ് ആണെന്ന് റെക്കോർഡിക്കലി ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ ജയചന്ദ്രൻ താമസിച്ചത് ശരത്ചന്ദ്ര പ്രസാദ് അറിയാതെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വിശ്വസിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ് റൂം എടുത്ത ആളിനെ അന്വേഷണ വിധേയനാക്കണം. ശരത്ചന്ദ്ര പ്രസാദ് അതിനൊരു പ്രത്യേകമായ അന്വേഷണത്തിന്റെ ആവശ്യകത ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ അന്വേഷണത്തിന്റെ ആവശ്യകത ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് കെ ശൈലജ? അങ്ങനെയല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ അന്വേഷണം വിപുലമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കെ ശൈലജ ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിന്റെ മറുഭാഗമാണ്. MLA ഹോസ്റ്റൽ മാത്രമല്ലല്ലോ, ഈ ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതികളുടെ 2010 ഒരു തട്ടിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ബാഗിൽ ഒളിപ്പിച്ച രഹസ്യ ക്യാമറ ഉപയോഗിച്ചാണ് ഇവർ വ്യവസായ പ്രമുഖരെയും ഉന്നതരെയും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരെയും കെണിയിലാക്കുന്നത്. 2010 ഒരു കേസാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. പൂക്കാട്ടുപടിയിലൊരു വിദേശ വ്യവസായിയാണ് ആദ്യം ഇവരുടെ കെണിയിൽപ്പെട്ടത്. പിന്നാലെ അതിൽ ഏതാണ്ട് 20 ലക്ഷം തട്ടിയെടുത്തു എന്ന് പറയുന്നു. 6 ലക്ഷം വീതം ഈ 2 സ്ത്രീകൾ, 8 ലക്ഷം ജയചന്ദ്രനും മറ്റ് ഇടനിലക്കാരും തട്ടിയതായി പറയുന്നു. തൃക്കാക്കരയിലെ ഒരു ബിൽഡർ, അതിനുശേഷം മൂവാറ്റുപുഴയിലെ ഒരു ബിൽഡർ, കൊല്ലത്തെ ഒരു കശുവണ്ടി ഫാക്ടറിയുടെ ഉടമ, ഈ വിധത്തിലാണ് ഇവരുടെ ഒരു നീക്കം. ഏറ്റവും കൂടുതൽ MLA ഹോസ്റ്റൽ പോലും ഒരുപാട് തെളിയിക്കപ്പെടേണ്ടതായ ഒരു കേന്ദ്രമായി ഇവർ മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട അവസ്ഥ നിൽക്കുന്നു. പോലീസിന് പിടിപ്പത് പണിയാണോ? തീർച്ചയായും പോലീസിന് നല്ല പണിയല്ലേ ഇത്. കാരണം എന്തായാലും വെഞ്ഞാറമൂട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു, രവീന്ദ്രൻ്റെ ആത്മഹത്യ. രവീന്ദ്രൻ. അപ്പോൾ ആ ആത്മഹത്യയുടെ കാര്യം ഈ 2 സ്ത്രീകളാണെന്ന് വ്യക്തമായി. പിന്നെ അയാൾ ഒരു സൂയിസൈഡൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ബ്ലാക്ക് മെയിലിനെ പറ്റി കൃത്യമായ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിന് എറണാകുളത്തോ മറ്റിടത്തോ ഒരു വിക്ടിം ഇനി രംഗത്ത് ഇനി വരേണ്ട ആവശ്യമൊന്നുമില്ല. വിക്ടിം ഇവിടെ വന്നു കഴിഞ്ഞു. പുതിയൊരു കേസ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു വിക്ടിം, ഒരു പരാതിക്കാരനില്ല, പരാതിക്കാരൻ്റെ ആവശ്യമില്ല. വെഞ്ഞാറമൂട്ട് എന്തായാലും ഒരാൾ മരിച്ചു, അതൊരു പരാതിയുണ്ട്. ആ പരാതി വെച്ചിട്ട് ഈ എറണാകുളം, മൂവാറ്റുപുഴ, ഇവിടെ പൂക്കാട്ടുപടി, ഇവിടെയുള്ള എല്ലാ കേസുകളും അന്വേഷിക്കാൻ ഈ പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ MLA ക്വാർട്ടേഴ്സിൽ ആരാണ് അതൊന്നും ഒരു MLA, ex-MLA അവർ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്കൊരു മുറി
മുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം അവർ വഹിച്ചേ പറ്റൂ. അതിൽ ഏറ്റവും വാലിഡ് ആയ പോയിന്റ് സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. ഇപ്പോൾ ശരചന്ദ്ര പ്രസാദോ അവിടെ താമസിച്ചു എന്ന് പറയുന്ന കൊട്ടാരക്കര സുനിലോ ഒക്കെ എന്തു പറഞ്ഞാലും സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടാണോ ഇതിലൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റായി മാറിയത്? ഇല്ല, ഞാനൊരു പോലീസ് തിരുവനന്തപുരം മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഗുണ്ട ഓടി വന്ന് MLA ക്വാർട്ടേഴ്സിൽ കയറി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അയാളിപ്പോൾ ആ ഗുണ്ട ഇപ്പം മരിച്ചുപോയി, അയാൾ കൊല്ലപ്പെട്ടു പോയി. പക്ഷേ അയാൾ അന്ന് കയറിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരും ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആ MLA ക്വാർട്ടേഴ്സ് വളഞ്ഞ് ആ മുറിയുടെ പരിസരങ്ങളിൽ മഫ്റ്റിയിൽ ആളെ നിർത്തി. അതിനുശേഷം സ്പീക്കറുടെ അനുവാദത്തോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നെയ്യാറ്റിൻകരയാണെങ്കിലും ഒന്നും ഈ കേസിന് അത് ബാധകമല്ല. കാരണം അവിടെ നെയ്യാറ്റിൻകര അറസ്റ്റ് ചെയ്താലും എവിടെ ചെന്നാലും ഈ പ്രതി ഡിക്ലെയർഡ് ആയിട്ടുള്ള ഈ പ്രതി MLA ക്വാർട്ടേഴ്സ് താമസിച്ചിട്ടുണ്ടോ, ആര് അങ്ങർക്ക് അസൈലം കൊടുത്തു, കൊടുത്ത് ഏത് മുറി താമസിച്ചോ ആ മുറിയിൽ അവരറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് ആരായാലും അതിന് സമാധാനം പറഞ്ഞു വെക്കുള്ളൂ. കാരണം അത്ര ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളാണ്. അതിലൊരു സംശയം ചോദിച്ചോട്ടെ ജോർജ് ജോസഫ്. അതായത് ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ MLA ഹോസ്റ്റലിൽ ഈ പ്രതിക്ക് ഒളിക്കാൻ ഇടം ഒരുക്കിയത് ആരാണ് എന്ന് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷിച്ച് ഹുക്കിയാവുന്നതല്ലേ ആരായാലും? തീർച്ചയായിട്ടും അത് അന്വേഷിക്കാം. കാരണം ഒരു മുറിയുടെ ഉത്തരവാദിത്തം എന്തായാലും ആ മുറി ആർക്ക് അലോട്ട് ചെയ്തു, അവിടെ എത്ര പേര് താമസിച്ചു, അങ്ങനെയാണ് അവിടെ ഒരു മർഡർ ഉണ്ടായ എന്ത് ചെയ്യും? അത് തെളിഞ്ഞും കഴിഞ്ഞല്ലോ. കാരണം ആ മുറി കൊടുത്തത് ശരചന്ദ്ര പ്രസാദാണ്, മുൻ MLA എന്ന നിലയിലാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസിന് ചെയ്യാവുന്ന അടുത്ത കർത്തവ്യം എന്താണ് ഈ കേസ് അന്വേഷണത്തിൽ? ഇത് സ്പീക്കറെ കണ്ടിട്ട് അവിടെയുള്ള റെക്കോർഡുകൾ പരിശോധിക്കണം, ആ മുറി ആരലോട്ട് ചെയ്ത ആളെ ക്വസ്റ്റ്യൻ ചെയ്യണം, അവിടെ ഇയാൾ താമസിച്ച സമയത്ത് ഇയാളെ കണ്ടവരുണ്ടെങ്കിൽ അത് കണ്ടവരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ പോലീസ് എടുത്തേ പറ്റുള്ളൂ. കാരണം വേറെ ഒരു സാധാരണക്കാരൻ്റെ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയും ശരചന്ദ്ര പ്രസാദും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ശരചന്ദ്ര പ്രസാദിനെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താം എന്ന് പോലീസ് വിചാരിക്കുന്ന ഒരു രീതി അന്വേഷണത്തിന്റെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പം ചില ഇന്നസെന്റ് അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ശരചന്ദ്ര പ്രസാദിന്റെ മുറിയുടെ ഉത്തരവാദിത്വം ശരചന്ദ്ര പ്രസാദ് വഹിച്ചു. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചത്, പുള്ളി അറിഞ്ഞാണോ അറിയാതെയാണോ എന്നുള്ളത് അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ വന്നാൽ അതിന്റെ ഗൗരവം കൂടിയില്ലേ? കാരണം കൊട്ടാരക്കര സുനിൽ പറയുന്നു 7 or 8 തവണ അയാൾക്ക് ശരചന്ദ്ര പ്രസാദ് മുറി കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര സുനിലും ഈ പറയുന്ന ജയചന്ദ്രനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ശരചന്ദ്ര പ്രസാദിന്റെ അടുത്ത അനുയായികളായ പലരും ഇയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചതായ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഈ വിധത്തിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ പോലീസ് അതെന്തായാലും അതിൻ്റെ അകത്ത് ഒളിച്ചു കളിക്കാൻ പറ്റില്ല ഇനി. കാരണം അത് ആര് കൊടുത്തു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള പോലീസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിന് പോലീസ് ഒരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഈ കേസിലേക്ക്. കാരണം ഈ കേസിൻ്റെ ഈ ബ്ലാക്ക് മെയിലിങ് കേരളത്തിൽ പല സ്ഥലത്തും സംഭവിച്ചു കഴിഞ്ഞു. ഇത് എത്രത്തോളം വ്യാപകമാണ് എന്ന് ഇനി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്നു. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഒരു പ്രേരണാകുറ്റത്തിന് മറ്റവരെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടത്തെ ആ സ്ത്രീകളെ ഈ ബ്ലാക്ക് മെയിലിന് വിധേയമാക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും ആ കേസിനകത്ത് പ്രതിയാവും. ടി.ബി. മിനി, ഇപ്പോൾ ഈ ബ്ലൂ ബ്ലാക്ക് മെയിലിങ്ങുമായി ബന്ധപ്പെട്ട് അതിലെ MLA ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹതകൾ തെളിവ് നശിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സമാനമായ നിലയിൽ വാർത്തകളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വരുന്ന ആഡംബര നൗകകളിലെ നിശാപാർട്ടികൾ, പഞ്ചനക്ഷത്ര നിശാപാർട്ടികൾ. കഴിഞ്ഞ കുറേ ആഴ്ചകളായി അത്തരം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ നടക്കുന്നുണ്ടായിരുന്നു. വളരുന്ന മെട്രോ നഗരമായ കൊച്ചിയുടെ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്, എന്തുതരം ഗൗരവമായ കുറ്റമാണിതിലുള്ളത് എന്ന് ചോദിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടുകൂടി അതും യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായി പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നം തന്നെയാണോ? പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നടക്കം ഈ ചർച്ചയിൽ പങ്കുചേരുമ്പോൾ സാമൂഹികമായ ഒരു വലിയ ഗുരുതരമായ ഒരു ഭവിഷ്യത്തും പ്രശ്നവും ഇക്കാര്യത്തിൽ ടി.ബി. മിനി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് 91 മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ ആഗോളവൽക്കരണ നയങ്ങളെന്ന് വിളിക്കുന്ന നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്ന ഒരു വ്യവസായം സെക്സ് മാഫിയയും അല്ലെങ്കിൽ സെക്സ് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യവസായമാണ്. ഈ സെക്സ് ടൂറിസം എന്ന് പറയുന്ന വ്യവസായം ഒരു യാദൃശ്ചികമായിട്ട് നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ വന്നു ചേരുന്ന ഒരു സാധനമല്ല. ഇത് നയങ്ങൾ നടപ്പിലാക്കിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ
അവിടെ ഏറ്റവും ആദ്യം ഇത്തരം നയങ്ങൾ നടപ്പിലാക്കപ്പെട്ടപ്പോൾ അവിടുത്തെ വ്യവസായശാലകളും കൃഷിയും എല്ലാം തകർന്നടിയുകയും യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള മാഫിയകളുടെയും ഒരു സെന്ററായിട്ട് അത് മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. RK നാരായണന്റെ ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ നമ്മൾ കാണുന്ന കാര്യവും അതാണ്. എല്ലാ മാഫിയകളുടെയും ഒരു സെന്ററായിട്ട് ഇന്ന് കൊച്ചി മാറുകയാണ്. ലാൻഡ് മാഫിയ, ഡ്രഗ്സ് മാഫിയ, പെൺവാണിയ മാഫിയ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മാഫിയകൾക്കും ഏത് തരത്തിലും ഇവിടെ വളർന്നു പോകാവുന്ന ഒരു സെന്ററായിട്ട് മാറുകയാണ്. ഇപ്പം നിശ പാർട്ടികൾ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ളൊരു ഡാൻസ് പ്രോഗ്രാം മാത്രമല്ല, അത്തരം ഡാൻസ് പ്രോഗ്രാം പോലും ശരിയല്ല എന്നുള്ള നിലപാടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെ മദ്യവും മയക്കുമരുന്നും കള്ളും അതുപോലുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സെക്സ് അടക്കമുള്ള ഒരു ബിസിനസ് നടത്തുന്ന ഒരു സെന്ററുകളായി ഇതുപോലുള്ള ഹോട്ടലുകളും നിശാ പാർട്ടികളും നൗകകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ വളർന്നു വരുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈദേശികം എന്ന് ഞാൻ പറയുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഒരു സംഭവമായി മാറുകയാണ്. ഇവിടെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ടി ബി മിനി പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് വളരെ വേഗം കടന്നു വരുന്ന ഒരു മെട്രോ സംസ്കാരത്തിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണിതെല്ലാം. ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ 4 പേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി എന്നൊക്കെ പറയുമ്പോൾ അവർക്കെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ നോക്കണം. വളരെ ലഘുവായ കുറ്റങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കുറ്റവും യഥാർത്ഥത്തിൽ ചുമത്താൻ കഴിയാത്ത വിധം വളരെ പരിമിതമായ കുറ്റങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ആണിവരെ ഇനിയും വിലയിരുത്താനാവുക. ഇത്തരം നിശാ പാർട്ടികൾ നിരോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നതെങ്കിൽ അത്തരം നിശാ പാർട്ടികൾക്കൊരു നിരോധനം നിലവിലില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണണ്ടേ? അല്ല, ഈ വിഷയത്തിൽ നമ്മുടെ ഒരു യഥാർത്ഥ സജഷൻ എന്താ? നമ്മൾ ഈ ഇഷ്യൂ എല്ലാം ഇങ്ങനെ പറഞ്ഞു. നിശാ പാർട്ടികൾ ഇവിടെ നിരോധിക്കുക എന്നതുകൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമാകും എന്ന് ശരത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ സൊസൈറ്റിക്ക് ആസ് സച്ച് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു ആസ്പെക്റ്റിൽ ഒരു പെർവർട്ടഡ് ഒരു ചെറിയ പെർവേർഷനുള്ള സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊണ്ട്, ഒരു നിയമനിർമ്മാണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താ? ബൈക്കിൽ പോവുകയായിരുന്ന ഒരു പെൺകുട്ടിയെയും ഒരു പയ്യനെയും കൂടി പിടിച്ചു. സദാചാര പോലീസ് എന്ന പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ ആക്ടിവിറ്റി ശരിയല്ല. അത് ദാറ്റ്സ് വൺ എൻഡ്. അപ്പോൾ നമ്മൾ ടു എക്സ്ട്രീം, ഇത് ഒരുപാടങ്ങ് എക്സ്ട്രീമായിട്ടങ്ങ് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് വരും. എന്നാൽ ലിബറലൈസ് ചെയ്ത് എല്ലാത്തിനും ഒരു കുറച്ചുകൂടി ലിബറലൈസ്ഡ് ആക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നിശാ പാർട്ടികൾ പോലെ ഇന്ന് ഈ പാർട്ടികൾക്ക് നേതൃത്വം കൊടുത്തവർ ഇല്ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലൂടെ പുഷ് ചെയ്യാൻ ശ്രമിക്കും. വി ഷുഡ് ബി ഏബിൾ ടു സ്ട്രൈക്ക് എ ബാലൻസ്. അങ്ങനെ സൊസൈറ്റി തീർത്തും വലിഞ്ഞു മുറുകി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ എന്ന് വിചാരിച്ച് അങ്ങനെ പൂർണ്ണമായിട്ട് അഴിച്ചുവിടാനും പറ്റില്ല. അപ്പോൾ നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസും എക്സിസ്റ്റ് ചെയ്യുന്ന ചില ആളുകളിലുള്ള ഇതുമൊക്കെ മുതലെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇതുപോലുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് എന്ത് വില കൊടുത്തും സ്റ്റോപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊണ്ട് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഐഡിയൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇതെല്ലാം ബാൻ ചെയ്ത് അല്ലെങ്കിൽ എല്ലാ രീതിയിലും എല്ലാത്തിനും വലിഞ്ഞു മുറുകുന്നതും സമൂഹത്തിന് ഗുണകരമാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളത് വെറുതെ മറച്ചു വെച്ചിട്ട് കാര്യം. നമ്മൾ പറയുമ്പോൾ എല്ലാവരും വളരെ ഇതായിട്ട് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റൊരു. പക്ഷേ അതൊന്നും അല്ല. നമ്മുടെ സൊസൈറ്റിയിൽ ആസ് സച്ച് ദർ ഇസ് എ പ്രോബ്ലം. അത് നമ്മൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സർക്കാർ, അതായത് മാത്യു പറയുന്നത് മെട്രോ നഗരമായ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച മെട്രോ നഗരമായ കൊച്ചിയുടെ ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. അവിടെ ആ കൊച്ചി മെട്രോ നഗരമായ കൊച്ചിയുടെ ആ സോഷ്യൽ റിയാലിറ്റിയെ കൂടി കണ്ടുകൊണ്ട് അതിലെ അനധികൃതമായ അതിൻ്റെ ഇല്ലീഗാലിറ്റിയെ നമ്മൾ ഇല്ലാതാക്കുക, ഇത്തരം വിനോദ ഉല്ലാസ സാധ്യതകളെ തമസ്കരിക്കാതിരിക്കുക, കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക, ഏതാണ്ട് ഇതല്ലേ മാത്യു കുഴൽനാടൻ്റെ ഒരു നിലപാട്?
അല്ല, കണ്ടില്ല എന്നടിക്കാതിരിക്കാൻ ഞാൻ പറയില്ല. സോഷ്യൽ റിയാലിറ്റി ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിന് എന്ത് വില കൊടുത്തും ക്രബ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിജിലൻ്റ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സും അതിനെ പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഒരു പരിധിവരെ പീപ്പിൾ വിൽ ട്രൈ ടു ബി ഇൻ ദ ആംബിറ്റ്. അതിൻ്റെ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട്, ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഉള്ള കാര്യങ്ങളാവട്ടെ എന്ന് വിചാരിച്ചാൽ നന്നായിരിക്കും. അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഭൂഷണമല്ല, അതെന്ത് വില കൊടുത്തും തടയപ്പെടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പരിധിവരെ ഇതൊക്കെ നല്ല നിശാ പാർട്ടി ഇപ്പോൾ നിയമവിരുദ്ധമായി കണ്ടക്ട് ചെയ്ത ഒരു പാർട്ടിയിൽ പോലീസ് റെയ്ഡ്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി, ഇതൊക്കെ നല്ല സ്റ്റെപ്സ് ആയിട്ട് വേണ്ട നമ്മൾ കാണാൻ. റൈറ്റ്. ഇവിടെ ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ യഥാർത്ഥത്തിൽ വലിയ കുറ്റങ്ങൾ എന്ന് ആരോപിക്കാവുന്നത് എന്തെങ്കിലും ഈ നിശാ പാർട്ടികളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലേക്ക് പോലീസിൻ്റെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു സെൻസേഷണലായ ഒരു വാർത്തയാണ് അത് സൃഷ്ടിക്കുന്ന ചില തലങ്ങളും മാനങ്ങളും ഓളങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറം ഒരു കോടതിക്ക് മുമ്പിലേക്ക് പോയാൽ നിലനിൽക്കുന്ന ഗൗരവമായ എന്ത് ഒഫൻസാണ് യഥാർത്ഥത്തിൽ ഇതിൽ കണ്ടെത്താനാവുക? ഇതിൻ്റെ അകത്ത് ഇപ്പം അവിടെ പിടിച്ചെടുത്തത് 250 കുപ്പിയോളം, 1/2 ലിറ്ററിൻ്റെ 250 കുപ്പിയോളം ബിയർ, പിന്നെ 20 ലിറ്ററോളം പോർ ലിക്കർ, 5 ഗ്രാം കഞ്ച, പിന്നെ ബ്രൗൺ ഷുഗർ അതിൻ്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കണം, ഒരു ടാബ്ലറ്റ് ബ്രൗൺ കളർ, ഇതും അവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അബ്കാരി ആക്ട് അനുസരിച്ചും NDPS ആക്ട് അനുസരിച്ചും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജാമ്യം കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുതന്നെയല്ല, ആ ബോട്ട് സീസ് ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രബാൻഡ് ആർട്ടിക്കിൾ കടത്തിക്കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അത് കടത്താൻ ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ ആ ബോട്ടും സീസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഗഞ്ച 5 ഗ്രാമേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പം നേരത്തെയൊക്കെ ആൾക്കാർക്ക് ഓപ്പിയം കഴിക്കാനായിട്ട് ലൈസൻസ് കൊടുക്കുക. ഇപ്പോൾ ഓപ്പിയം കഴിക്കുന്നവരും ലൈസൻസ് ഉള്ളവരെല്ലാം തീർന്നു കഴിഞ്ഞു, ആ ജമ്മു അങ്ങ് കീറുന്നു. അപ്പോൾ ഇവിടെ വളരെ 1 വർഷത്തെ തടവ് വേണ്ടത് പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ NDPS ആക്ടിൻ്റെ 1 ഗ്രാം ആയാലും ശരി, 1 ഗ്രാം കഞ്ചാവ് വെച്ചാലും ശരി, അതിന് ശിക്ഷ, ഡിറ്ററിൻ്റെ ശിക്ഷ കൊടുക്കണം. അപ്പോൾ അത് നിയമം മുഖേന ഒരു വലിയ കൂട്ടം ആളുകൾ ഉല്ലസിക്കാൻ വരുന്ന ഇടത്ത് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരിൽ ചുമത്തും? അതെ, ഇത് ഇനിയിപ്പം നടത്തിപ്പുകാരിൽ. ഇത് വർഷങ്ങളായിട്ട് എറണാകുളത്ത് മട്ടാഞ്ചേരി നടന്നുകൊണ്ട് വരുന്നത്. അതിപ്പം കുറച്ച് കൂടുതലായിരുന്നു. കാരണം IT ഫീൽഡിലുള്ള, ഞാൻ അടുത്ത കാലത്ത് കണ്ടു, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കൊല്ലം, ആലപ്പുഴ, ഇവിടെയുള്ള കായലിലുള്ള പല ഉല്ലാസ ബോട്ടുകളിലും പ്രോസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ കൃത്യമായി അവിടെ പോലീസ് പിടിക്കില്ല. രണ്ടാമത് ബ്രൗൺ ഷുഗറുണ്ട്, ആവശ്യത്തിന് മദ്യമുണ്ട്. ഇത് വ്യാപകമായി കേരളം മുഴുവൻ. ഞാൻ അടുത്ത കാലത്ത് ഒരു എക്സൈസ് ഇൻസ്പെക്ടറുമായിട്ട് ഒരു കേസ് ഞങ്ങൾ ചർച്ച ചെയ്തപ്പം 8ാം ക്ലാസ് മുതൽ 10 അല്ലെങ്കിൽ +2 വരെയുള്ള ഒരു 20% ഓരോ കോളേജിലെയും സ്കൂളിലെയും 20% കുട്ടികളും ബ്രൗൺ ഷുഗറിനും ലിക്കറിനും അടിമകളായി കഴിഞ്ഞു. നമ്മളിത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ദൂഷ്യവശം കൂടെ നമ്മൾ നോക്കണം. അപ്പം അത് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇപ്പം വന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെപ്പോലെ തന്നെ സെക്സ്, ഇപ്പം അഡ്വക്കേറ്റ് TP മിനി പറഞ്ഞു അത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള നിശാ ക്ലബിലൊക്കെ നടത്തിക്കോട്ടെ, മദ്യം വിളമ്പാൻ പാടില്ല, അവർ ഉല്ലസിച്ച് ഡാൻസ് കളിച്ചോട്ടെ. പോലീസിൻ്റെ ഒരു ലൈസൻസ് സ്വീകരിക്കണം. കാരണം അതൊരു ചെക്കാണ്, എല്ലാ ചെക്കപ്പ് ഉണ്ടാവണം. ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലീസിൻ്റേത് നേരത്തെ ഒരു ലൈസൻസ് സ്വീകരിക്കണം. രണ്ടാമത് പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ ഒരു ചെക്കിങ് നടത്തിയിരിക്കണം, അതിനൊരു റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് കൊടുത്തിരിക്കണം. ബോട്ടിൽ പോകുന്നതിന് മുമ്പ് ബോട്ട്, ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം, ഈ ചിറയൻകീഴ് അടുത്ത് ഒരു റിസോർട്ടിൽ IT-യിലെ 20 ആണും പെണ്ണുങ്ങളായ കുട്ടികൾ ആ ബോട്ടിൽ പോയിട്ട് രാവിലെ പോയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മെസ്സേജ് കൊടുക്കാം, ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ വേറൊരു വള്ളം ഉള്ള ഒരു ബോട്ട്, മോട്ടോർ ബോട്ട് വെച്ച് വള്ളത്തെ കൊണ്ടു കൊടുക്കുകയാണ്. ആവശ്യമുള്ള ലിക്കർ സാധനങ്ങളെല്ലാം അവിടെ തീരുമ്പോൾ എത്തിക്കുന്നു. ഇത് വളരെ വ്യാപകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും സഹായങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഗൗരവമായൊരു വശം, ചെറിയ അളവിൽ മാത്രമേ കഞ്ചാവ് ഉള്ളൂ എങ്കിൽ പോലും കഞ്ചാവിൻ്റെ വരവ് നഗരത്തിലേക്കുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അത് കേരളത്തിനകത്തു നിന്നാണോ, ഇടുക്കി കേന്ദ്രീകരിച്ചാകാമോ, അതോ കേരളത്തിന് പുറത്തു നിന്നാകാമോ? പോലീസിന്റെ ഒരു നിഗമനം എന്താകാം? പോലീസിന്റെ നിഗമനം, പോലീസിനി അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ വരുന്നത് ഹൈദരാബാദ്, പൂന എന്നാണ്, അവിടുത്തെ സബ്സ്റ്റേഷൻ പോലെയാണ്, അവിടെ നിന്നാണ് വരുന്നത് കൂടുതലും. പക്ഷേ വ്യാപകമായി ഇന്ത്യയിൽ ഇപ്പം ബ്രൗൺ ഷുഗറും ഗഞ്ചാവും വരുന്നത് അജ്മീർ, രാജസ്ഥാൻ വഴി വരുന്നുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇടുക്കിയിലെ പണ്ടുണ്ടായിരുന്നു, ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ഇപ്പം കഞ്ചാവ് കൃഷി വളരെ കുറവാണ്. കാരണം അല്ലാതെ ഈസി ആയിട്ട് ഇപ്പം ആവശ്യത്തിനുള്ള കഞ്ചാവ് ഇവിടെ വരുന്നുണ്ട്. 25 ലക്ഷം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ഒറീസ, ബീഹാറിലുള്ള തൊഴിലാളി, ബംഗാളുള്ളവർ, അവരെല്ലാവരും വ്യാപകമായി ബ്രൗൺ ഷുഗറും കഞ്ചാവും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിനൊരു മാർക്കറ്റ് കേരളത്തിൽ ആയിക്കഴിഞ്ഞു. 25 ലക്ഷത്തോളം തൊഴിലാളികൾ ഇവിടെ കിടക്കുമ്പോൾ അതിനകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ബ്രൗൺ ഷുഗറും കഞ്ചാവും മലയാളികൾ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഈ സാധനം ഏത് മുക്കിലും മൂലയിലും കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികളും ഉപയോഗിച്ച് തുടങ്ങി.
ഇത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തും ഒരു നാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീ മാത്യു കുഴൽനാടൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി KK ശൈലജ, ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് TB മിനി ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും ബ്ലൂ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പേരിലാണെങ്കിൽ അതിൻ്റെ ഭാഗമായി പരിശോധിച്ചാലുണ്ടാകാവുന്ന ഗുരുതരമായ ക്രിമിനൽ വൽക്കരണവും ക്രിമിനൽ കുറ്റങ്ങളും മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ തെളിയുന്നു. അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ആഡംബര നൗകകളിലെ നിശ ആഘോഷവേളകൾ യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ വലിയ സാധ്യതകളും വലിയ അപകടത്തെയുമാണ് തുറന്നുകാട്ടുന്നത്. ഈ വിധത്തിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഇന്നാകെ റിപ്പോർട്ട് ചെയ്തത്. ഇതേക്കുറിച്ചാണ് നമ്മുടെ അതിഥികൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്.